ജീവിതത്തിൽ ഈ ഒറ്റപ്പെടലും ഈ ഒറ്റയ്ക്കുള്ള മനോഹരമായ കാലവുമെല്ലാം താരം ആസ്വദിക്കുകയാണ്. ഒരു പരാതികളുമില്ല, പരിഭവങ്ങളുമില്ല, ആരോടും ഒരു പിണക്കത്തിനുമില്ല. ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും താരം ആരെയും കുറിച്ചൊരു പരാതിയും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അത് മലയാള സിനിമയിലാണെങ്കിലും അന്യഭാഷയിലാണെങ്കിലും നിരവധി ശക്തമായ കഥാപാത്രങ്ങളും പ്രാധാന്യമേറിയ കഥാപാത്രങ്ങളും പ്രാധാന്യം കുറഞ്ഞ കഥാപാത്രങ്ങളും ഒക്കെ താരം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിടത്തും തനിക്ക് അവഗണന നേരിട്ടെന്നോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതോ അങ്ങനെ ഒന്നും താരം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒറ്റയ്ക്കുള്ള ജീവിതം അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ ആഘോഷിക്കുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. അച്ഛൻ MK ഗോപാലസ്വാമി, അമ്മ ഡോക്ടർ ഉമാ ഗോപാലസ്വാമി. 1970 ജനുവരി 7-നാണ് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ജനനം. സംഗീതജ്ഞ കൂടിയായ അമ്മ ലക്ഷ്മിക്ക് വേണ്ടി പലപ്പോഴും താളം തിട്ടപ്പെടുത്തിയിരുന്നു. ചെറിയ വയസ്സ് മുതലേ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ഇന്നും ശ്വാസവും നിശ്വാസവും നൃത്തം തന്നെയാണ്. 17-ാം വയസ്സിൽ മോഡലിംഗ് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മി കരിയർ ആരംഭിക്കുന്നത്. വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് പോലും വളരെ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി. അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത് ലോഹിതദാസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ അരയിനങ്ങളുടെ വീട് എന്ന സിനിമയിലൂടെയാണ്. 2000-ലാണ് സിനിമ റിലീസായത്. അതിനുശേഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അച്ഛനെയാണ് എനിക്കിഷ്ടം, മാമ്പഴക്കാലം, മാമനപുരം ബസ് റൂട്ട്, കീർത്തി ചക്ര തുടങ്ങിയ നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം തുടങ്ങി അന്നത്തെ മുൻനിര താരങ്ങളുടെ എല്ലാം നായികയായി. മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം ലക്ഷ്മി ഗോപാലസ്വാമി എന്ന നടി വിജയം കണ്ടു. നർത്തകിയായതുകൊണ്ടാണോ സിനിമയിൽ അവസരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ നല്ലൊരു നർത്തകി നല്ലൊരു നടിയായിരിക്കണം എന്നില്ല. നല്ലൊരു നടിക്ക് നല്ല നർത്തകിയും ആകാൻ സാധിക്കണമെന്നില്ല. നർത്തകി അഭിനയിക്കുമ്പോൾ നൃത്തത്തിന്റെ മുഖഭാവങ്ങൾ വന്നു പോകാം. അത് അഭിനയത്തിൽ പാടില്ലാത്തതാണ് എന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞിരുന്നു. നൃത്തത്തെയും അഭിനയത്തെയും രണ്ടും രണ്ട് തട്ടിലായിട്ട് തന്നെയാണ് താൻ കൊണ്ടുപോകുന്നത്. ഇപ്പോഴും അഭിനയത്തിലും നൃത്തത്തിലും എല്ലാം സജീവമാണ് താരം. ഇൻഹിബിഷൻസ് ഇല്ലാത്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ലക്ഷ്മി ഗോപാലസ്വാമിയുടെ പ്ലസ് പോയിന്റ് ആയിരുന്നു. ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിൽ മണിക്കുട്ടന്റെ അമ്മയായി അഭിനയിക്കുമ്പോൾ 35 വയസ്സ് മാത്രമേ ലക്ഷ്മിക്കുണ്ടായിരുന്നുള്ളൂ. അമല പോളിന്റെ അമ്മയായും ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ചിട്ടുണ്ട്. നൃത്തത്തിന്റെയും അഭിനയത്തിന്റെയും ഇടയിൽ മറന്നുപോയതാണോ വിവാഹം എന്ന് ചോദിച്ചപ്പോൾ പറ്റിയ ആൾ വന്നില്ല എന്നായിരുന്നു നടിയുടെ മറുപടി. ഇന്ന പ്രായത്തിൽ വിവാഹിതയാകണം, കുട്ടികളാകണം എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. സംഭവിക്കുമ്പോൾ സംഭവിക്കുമെന്നായിരുന്നു വിശ്വാസം. ഒരാളെ കാണുമ്പോൾ ഇനി ജീവിതത്തിൽ ഇയാൾ വേണമെന്ന ഫീല് ആരോടും തോന്നിയിട്ടില്ല. അതുകൊണ്ട് നടന്നില്ല എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു. കല്യാണം കഴിച്ചില്ലേ, എന്താ കഴിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യം നിരന്തരമായപ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്നായിരുന്നു നടിയുടെ മറുപടി. സിനിമയിലല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു ഞാൻ. അതിനിടയിൽ പറ്റിയ ആൾ വന്നാൽ വിവാഹം ചെയ്യാമെന്ന് കരുതി. എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല എന്നും തന്റെ വിവാഹവും അങ്ങനെയാണെന്നും താരം പറയുന്നു.